ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ എഴുന്നേറ്റ് അപ്പം തന്നെ വീഡിയോയ്ക്ക് എന്താ പറയുക ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച സംഭവമാണ് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. രാവിലെ നമുക്ക് പൂരിയും കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം ഇന്ന് എൻ്റെ ക്ലീൻ ചെയ്യണതിൻ്റെ ഒരു 2 മുറി ഞാനിന്ന് സെലക്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒറ്റയടിക്കങ്ങ് ഒരു വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ തന്നാൽ എനിക്ക് ഭയങ്കര മടിയായി, ഞാനത് ചെയ്യൂല. അപ്പം ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പം വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. നമ്മൾക്ക് എന്താ പറയുക, ഒരുപാട് പണിയെടുത്ത പോലത്തെ ഫീലും വരില്ല. ഞാനിത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെ മടിച്ചുകൾക്ക് ഇതൊക്കെ ഒരു ഇതായിരിക്കും. മറ്റ് ഭയങ്കര ഫുൾ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മടിച്ച് ആയതുകൊണ്ടാണ് ഒറ്റയടിക്ക് അങ്ങ് തീർത്തൂടെ എന്നൊക്കെ വിചാരിക്കാനുണ്ടാവും. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ചെയ്യാനാണ്, അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഞാനിങ്ങനെ ഇതൊക്കെ ഞാൻ വേഗം ഈ പണികളൊക്കെ തീർക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് ഫോണിൽ എന്തെങ്കിലും സിനിമ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കാനാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ അത് ഷോർട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഷോർട്സിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു. അതൊരു കോളേജിൽ ഏതോ ഒരു ചാനൽ എന്തോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ്. കുറേ ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ആൺകുട്ടിയുടെ എടുത്തിട്ട് ഇങ്ങനെ ആൺകുട്ടി പറയണതാണ് അവരതിൽ പറയണത്. അതായത് അവനെ വീട്ടിൽ എല്ലാ ജോലിയും ചെറുപ്പം മുതലേ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവനെക്കൊണ്ട് സ്വയമാണ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവൻ കഴിച്ച പാത്രം അവനെക്കൊണ്ട് കഴിപ്പിക്കും, അവൻ്റെ ഡ്രസ്സ് അവനെക്കൊണ്ട് അലക്കിക്കും. അവൻ ഒരു 5ാം ക്ലാസ് മുതൽ അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പറയുന്നുണ്ട്, തുടക്കത്തിൽ അച്ഛനും അമ്മയും ഇത് പറഞ്ഞപ്പോൾ അവനത് എതിർത്തു. പക്ഷെ ഇപ്പം അവന് 18 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പം അവൻ സ്വന്തം കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പം അവന് ഭയങ്കര അവൻ്റെ അച്ഛനോടും അമ്മോടും അങ്ങനെ ശീലിപ്പിച്ചതിൽ അവന് ഭയങ്കര നന്ദിയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവൻ തുടക്കത്തിൽ അത് പറ്റില്ല എന്ന് പറയുമ്പം ആ പാരൻസ് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്: നീ കുറേ കഴിഞ്ഞ് കഴിയുമ്പം പഠിക്കാനും ജോലിക്കും ഇവിടുന്ന് പോവും, അല്ലെങ്കിൽ നീ കല്യാണമൊക്കെ കഴിഞ്ഞ് മാറി താമസിക്കുമ്പോഴാണെങ്കിലും നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിന് നീ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം എൻ്റെ ഏട്ടനടക്കം എന്നെ എല്ലാ ജോലിയിലും അങ്ങേരെ സഹായിക്കും. ഇപ്പം എന്താ പറയുക, അവൻ കഴിച്ച പാത്രം ഏട്ടൻ തന്നെ കഴുകി വെച്ചോളും. പിന്നെ കുക്കിങ്ങിൻ്റെയൊക്കെ ആണെങ്കിലും ഏട്ടന് ജോലിക്ക് പോണ സമയത്താണ് ഏട്ടൻ ടൈം കിട്ടില്ല, കാരണം ഇങ്ങനെ ഷിഫ്റ്റൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട്. പക്ഷെ ഓഫുള്ള ദിവസങ്ങളിൽ കുക്കിംഗ് ഏട്ടൻ തന്നെയാണ് ചെയ്യുക. പിന്നെ പുറത്തായിരുന്ന സമയത്ത് ഞാനും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേരും ഒരേപോലെ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീക്കിലി ഒരു ദിവസമാണ്, ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് അവധി കിട്ടാം. അപ്പോഴായിരിക്കും നമ്മൾ ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പോഴായിരുന്നെങ്കിലും ഓഫ് ഡേയ്സിൽ കുക്കിംഗ് ഏട്ടനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ക്ലീനിങ് ഞാൻ റൂം ക്ലീൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏട്ടൻ ബാത്റൂം ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ നേരെ തിരിച്ച്, അല്ലെങ്കിൽ ഞാൻ റൂം അടിക്കുവാണെങ്കിൽ ഏട്ടൻ തുടയ്ക്കും. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം പരസ്പരം എല്ലാവർക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ ആണെന്ന് എനിക്ക് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തെ സൊസൈറ്റി, ഇന്നത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാരെല്ലാം അതുപോലെ ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മൺഡേ ഞാൻ, ട്യൂസ്ഡേ നീ, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം പണ്ടത്തെ പോലെയല്ല, പെൺകുട്ടികളും ആൺകുട്ടികളും പുറത്തു പോയി പണിയെടുക്കുന്നുണ്ട്, അവരും ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ വീട്ടിലെ ജോലികൾ തുല്യമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഒരു റിലേഷൻ തന്നെ നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനും ആ ഒരു സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ ഈ ഒരു സംഭവം ഭയങ്കര ഒരു പാട്ടാണ്. പക്ഷെ പണ്ടത്തെ കുറേ ആൾക്കാരുണ്ട്, ആണുങ്ങൾ ഒന്നും ചെയ്യില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകി മേശയിൽ വന്നിരിക്കും, ഭാര്യേനെ ഒന്ന് സഹായിക്കും. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അമ്മമാർ എത്ര അസുഖമാണെങ്കിലും എഴഞ്ഞൊക്കെ വന്നിട്ട് അവർ അടുക്കളയിൽ കയറി കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് വയ്യാണ്ടാവുന്ന ഒരു ദിവസം പോലും വേറൊരാൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിലെന്താ അർത്ഥമുള്ളത്? ആ ഒരു ബന്ധത്തിന് എന്താ അർത്ഥമുള്ളത്? പിന്നെ
പണ്ടത്തെ ആൾക്കാരോട് കുറേ പേരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, അവരങ്ങ് ശീലിച്ച് വന്നു, അവർക്കൊരിക്കലും അത് മാറ്റാൻ പറ്റില്ല. ഈവൻ ഇപ്പം പുറത്ത് ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ വന്നിട്ട് പിന്നെയും ഭാര്യ ചത്ത് പണിയെടുക്കണം. പക്ഷേ ഇന്നത്തെ ജനറേഷൻ പിള്ളേർ പല രീതിയിലും പൊട്ടകളാണ്, തൻ്റേടികളാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മറ്റൊരാളുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ കൊച്ചിൻ്റെ അപ്പനും അമ്മയ്ക്കാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഒരുപാട് പാരൻസ് എന്താണ് ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ആ കുട്ടി പറഞ്ഞു തന്നിട്ടുള്ളത്. അത് കുറേ ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ കമൻസ് ആണെങ്കിലും ഒരുപാടുണ്ട്. അവരുടെ പാരൻസിന് നമ്മൾ ഹാൻഡ്സ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അവരുടെ സങ്കടങ്ങളും ആ ഒരു പോസ്റ്റിൻ്റെ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ല, വീട്ടിലിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇരുന്ന് കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റയിൽ വന്ന വേറൊരു സംഭവമായിരുന്നു. എന്താണ്, ഒരാൾ ഇങ്ങനെ മോനെ കുക്കിങ്ങിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിലേക്കൊരു ലേഡി കയറി വരുമ്പോൾ ഇങ്ങനെ ആ ലേഡി ഇവരോട് ചോദിക്കുവാണ്, എന്താ മോന് പുറത്ത് ജോലി കിട്ടിയോന്ന്. അപ്പം അമ്മ പറയുന്നത് അല്ല, അവൻ്റെ കല്യാണമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ക്യാപ്ഷനിൽ ഇങ്ങനെ പറയുവാണ്, കല്യാണം കഴിഞ്ഞാലും ഇവൻ ഭാര്യനെ സഹായിക്കണം, ഒരിക്കലും കുക്ക് ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നുള്ളത് ആ ഒരു പെൺകുട്ടിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, രണ്ടുപേരുടെയും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ഈ കുക്കിംഗ് ക്ലീനിങ് എന്ന് പറയുന്നത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ജോലിയല്ല, രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ കണ്ട് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാടൊക്കെ പേര് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ കുറേ പണ്ടത്തെ ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, താൻ പിടിച്ച മുയലിന് 5-6 കൊമ്പെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചില ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ, ഇതുപോലത്തെ വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് വരാറുണ്ട്. എനിക്ക് അങ്ങനത്തെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പുറത്തെന്താണ് നോക്കണത്, ഇലക്ട്രിസിറ്റി ബില്ലാണ്. എൻ്റെ പൊന്നി, കഴിഞ്ഞ മാസം ഇലക്ട്രിസിറ്റിയിൽ 3000 വന്നത്. അപ്പോൾ ഈ മാസം ഇനി എത്രയായിരിക്കും എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. കാരണം അപ്പുറത്തെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ആ ചേട്ടൻ ബില്ലടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഫാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കണമായിരുന്നില്ല. പക്ഷേ ഈ മാസം കുറവായിരുന്നു കേട്ടോ, 900 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. 3000 നിന്ന് 900 എത്തിയപ്പോൾ ഭയങ്കര ആശ്വാസമായി. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ തൂക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു ദിവസം തൂത്തില്ല, അതിനാണിത് ഈ പുറത്ത് ഇത്രമാത്രം പൊടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തൂത്ത് സെറ്റപ്പാക്കി ഇടാണ്. പിന്നെ ഞാൻ തുടയ്ക്കുന്നതും ഞാൻ ഒറ്റയടിക്ക് എല്ലാം ഓരോന്നും തുടയ്ക്കൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ തീരുമാനിച്ചത് നമ്മളുടെ ലിവിങ് റൂമും ഹോളും കൂടെ ചെയ്യാമെന്നായിരുന്നു. അങ്ങനെ അത് അടിച്ചിട്ട് തൂക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഏട്ടനൊക്കെ കിടന്ന് ഉറങ്ങുവാണ്. ഏട്ടന് ഇന്ന് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതായത് എയർപോർട്ടിലാണല്ലോ, അപ്പം 2 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട്, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരത്തുള്ളൂ. 2 ദിവസത്തെ ജോലി കണ്ടിന്യൂ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഓഫിൻ്റെ ദിവസം നമുക്ക് കൂടുതൽ സമയം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങേര് ചെയ്യണേ. പടച്ചു തമ്പരാൻ മാത്രം അറിയാം. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം ചിക്കൻ കറി ഇരിക്കേണ്ടായിരുന്നു, പിന്നെ കുറച്ച് മീൻ കറി ഇരിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലത്തെ പൂരി മാത്രമേ എനിക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് നാളെ എന്തെങ്കിലും ഉണ്ടാക്കാന്നുള്ള രീതിയിൽ, കാരണം എനിക്കും പപ്പയ്ക്കും മാത്രം മതിയല്ലോ, ഏട്ടൻ കഴിക്കില്ല. ഏട്ടൻ രാവിലത്തെ പൂരിയും ചിക്കൻ കറിയും കഴിച്ചിട്ട് ഏട്ടൻ പോയി. ഇനിയിപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞപ്പം അനൂസ് എന്നാണ് തോന്നുന്നു ബ്രാൻഡ്, അവരുടെ കണ്ണിമാങ്ങാച്ചാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണിമാങ്ങാച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പപ്പ കണ്ണിമാങ്ങാച്ചാറ് ഉണ്ടാക്കും, അതിൻ്റെ ടേസ്റ്റ് ഞാൻ വേറെ എവിടെ നിന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പുറത്തായിരുന്നപ്പോഴും കണ്ണിമാങ്ങാച്ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണിമാങ്ങാച്ചാറ് ഇവിടെ നിന്ന് കൊണ്ടുപോയി തീർന്നു കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്ന് മേടിക്കുമായിരുന്നു. പക്ഷേ പപ്പ ഉണ്ടാക്കുന്ന ടേസ്റ്റിന് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇതും എനിക്കിഷ്ടപ്പെട്ടു. ആവശ്യത്തിന് പുളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞ് കണ്ണിമാങ്ങ, അനൂസ് എന്നാണ് തോന്നുന്നു ബ്രാൻഡിൻ്റെ പേര്. വലിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെറിയ കുപ്പിയാണ്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് ആ സാധനം തീർന്നു. കാരണം കണ്ണിമാങ്ങ ഭയങ്കര കുഞ്ഞായിരുന്നുകൊണ്ട് ഞാൻ ഒരു നേരമൊക്കെ തന്നെ 3-4 എടുത്ത് തിന്നും.
അങ്ങനെ അച്ചാർ കുറേ തിന്നണതൊന്നും എന്താണ് നല്ലതല്ല, പക്ഷെ പണ്ട് മുതൽ ശീലിച്ചുകൊണ്ട് മാറ്റാൻ പറ്റണില്ല. ആ ഒരു എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ഇപ്പം ചില ആൾക്കാർ പുളിയുള്ള മാങ്ങ പുളി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ള കറികൾ വരണ സമയത്ത് അവർ അച്ചാർ എടുക്കൂലല്ലോ. ഞാൻ അപ്പോഴും എടുക്കും. എത്രയൊക്കെ പുളിയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ആ സൈഡിൽ ഒരു ഇച്ചിരി അച്ചാറില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടു. അപ്പം ഞാൻ ചവിട്ടിയൊക്കെ മാറ്റിയിട്ടല്ലേ ചെയ്യുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ചെളിയാവൂല. അപ്പം ഞാൻ എല്ലാ മുറീൻ്റെയും ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പം ലോറയുടെ ഡ്രസ്സ് ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ ചെറുത്, ആ സാധനം അവിടെ കൊണ്ടുവന്ന് ഇടും. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തന്നെ കാലിലാണെങ്കിലും ചെളി പിടിച്ചിട്ട് പിന്നെയും ഇതാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മുറീൻ്റെയും ഫ്രണ്ടിൽ ഞാൻ ആ തുണിയിടും. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോയി എടുക്കും. പിന്നെ ഈ തുടയ്ക്കുന്ന സാധനം ചീത്ത തുടങ്ങി ഞാൻ പിരിച്ചാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് അങ്ങ് വിടർന്ന് വരണില്ല. എവിടെയാണ് അത് കൊളത്തി കിടക്കണേന്ന് മനസ്സിലാവണില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് തുടയ്ക്കാൻ പറ്റണില്ല. പക്ഷെ ഇത് ഒരുപാട് നാളായിട്ടില്ല മേടിച്ചിട്ട്. ഞാനിങ്ങനെ വെള്ളം പിഴിഞ്ഞ് എവിടെയോ ഉടക്കി കിടക്കണതാണ്. അത് എവിടെയോ ഉടക്കി കിടക്കണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് തുടയ്ക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് തുടയ്ക്കുന്നതുകൊണ്ട് വലിയ കാര്യത്തിൽ പൊടി വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. പണ്ട് ഇവിടെ നിന്ന് ജോലിക്കൊക്കെ പോയിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തുടയ്ക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ 6 ദിവസം പണിയെടുത്തിട്ട് ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോൾ മടി പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ 2 ആഴ്ചയൊക്കെ കൂടിയിട്ടൊക്കെ തുടയ്ക്കുമ്പോൾ എൻ്റെ പൊന്നേ. ഇവിടെ പിന്നെ ഈ നമ്മൾ ചോറിടുന്ന റൂമിൻ്റെ ആ ഒരു ടേബിളിട്ടിരിക്കേണ്ട താഴെ ഇങ്ങനെ പല്ലിയുടെ കാട്ടുകൊണ്ടെന്ന് തോന്നണു. അതിങ്ങനെ കറുത്ത് കിടക്കും. നമ്മളത് എത്ര തുടച്ചാലും ഒരു ദിവസം കൊണ്ടൊക്കെ ആ സാധനം വരും. അത് തൂക്കാനാണെങ്കിൽ ഭയങ്കര പണിയാണ്. പക്ഷെ അതിൻ്റെ മേലെ പല്ലീനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ രാത്രി മാത്രം അവിടെ വന്നുകൊണ്ടിരുന്ന് വരണമെന്ന് അറിയില്ല. ഈ മറ്റേ സിനിമയിൽ കാക്കയ്ക്ക് കറക്റ്റ് കക്കൂസ് അറിയാമെന്ന് പറയണ പോലെ പല്ലീൻ്റെ ഇനി ഞങ്ങളുടെ വീട്ടിലെ ചോറുണ്ണ മുറിയിലെ താഴെയാണോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ ഞാൻ ഈ തൂക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റീലെടുക്കണമായിരുന്നു. ഏട്ടൻ അവിടെ കിടന്ന് ഉറങ്ങണ്ടിട്ടാൽ ഏട്ടൻ ഇത് കഴിഞ്ഞിട്ട് ഏട്ടനെ വിളിക്കണം. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏട്ടൻ പോവും. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഏട്ടൻ പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് സിനിമയൊക്കെ കണ്ടിട്ട് ഞാനിതിപ്പം വൈകുന്നേരം ഒരു ബ്രെഡ് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കുന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ബ്രെഡ് വെച്ചിട്ട് പൊരിക്കുമ്പം അറിയാമല്ലോ, ഭയങ്കരമായിട്ട് എണ്ണയും പിടിക്കും. അതുകൊണ്ട് ഭയങ്കര ഹെൽത്തിയൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല. ഒരു 4 ബ്രെഡ് വെച്ചിട്ടൊരു 5-6 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഒട്ടും ഹെൽത്തി അല്ല. കാരണം നമ്മളിങ്ങനെ കൈ കൊണ്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കറിക്കുള്ള വെളിച്ചെണ്ണ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണയല്ല, വറക്കാനും പൊരിക്കാനൊക്കെ ഞാനിപ്പം ഓയിലായിട്ടാണ് യൂസ് ആക്കണേ. കാരണം വറക്കാനൊക്കെ എല്ലാത്തിനും ചിക്കൻ വറക്കാനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഇതാണ് യൂസ് ആക്കണേ. അപ്പം അത്രേ ഉള്ളൂ. ശരി ട്ടാ, ടാറ്റ.